കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് സ്തോത്രം. വളരെ സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിങ്ങിലായിരിക്കാൻ, പ്രത്യേകിച്ച് ഈ കാലയളവിൽ കർത്താവിൻ്റെ മഹത്വമേറിയ വേലയ്ക്ക്, നമ്മുടെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ ഈ ലോക്കൽ സെഷന് നേതൃത്വം നൽകുന്ന പ്രിയ അലക്സ് പാസ്റ്റർ, സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കത്തുദാസന്മാർ, പ്രത്യേകിച്ച് എനിക്ക് മുമ്പ് വചനം സംസാരിച്ച ബഹുമാനി കത്തുദാസൻ, സ്തോത്രം. അതുപോലെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ള സമയം, അല്പസമയം നമുക്ക് വചനത്തെ ധ്യാനിക്കാം. പ്രത്യേകിച്ച് സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശമാണ് സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം. സെക്കറിയ ചാപ്റ്റർ 4:6. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നാം ഉരുവിട്ട് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ്, സൈന്യത്താലല്ല ശക്തിയാലും. നമുക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ചില പ്രത്യേക വാക്യങ്ങൾ മനഃപ്പാഠമായി പഠിച്ച് നമ്മൾ പറയുന്നുണ്ട്. അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉരുവിട്ട്, കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞ പോലെ വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. വചനം എന്തിനു വേണ്ടി തന്നിരിക്കുന്നു? കർത്താവിൻ്റെ ദാസൻ ഇവിടെ ചില വചനങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകി. ചില വചനങ്ങൾ വ്യാഖ്യാനിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഒരു വ്യാഖ്യാനവും വേണ്ട. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതിനൊരു വ്യാഖ്യാനവും വേണ്ട, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഈ പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന് നമുക്ക് വ്യാഖ്യാന ശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ. ആ കർത്താവിൻ്റെ ദാസൻ ഇവിടെ സംസാരിച്ച പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ സ്തോത്രം, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം സെക്കറിയാവ് കാണുന്ന 8 ദർശനങ്ങൾ ഇവിടെ വായിക്കുന്നു. തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയാണ്, അല്ലെങ്കിൽ ഉണർത്തിയതുപോലെ തന്നെ ഉണർത്തി തന്നോട് നീ എന്താണ് കാണുന്നത്? സ്തോത്രം. നമുക്കറിയാം, ഈ രാത്രികാലങ്ങളിലൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പം ശരിക്കും പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ട്. സ്തോത്രം. പ്രാർത്ഥനയോടെ കിടന്നു കഴിഞ്ഞാൽ രാത്രി നമ്മൾ എന്ത് കാണും? സ്വപ്നം കാണും. ആ സ്വപ്നത്തിനൊരർത്ഥമുണ്ട്. ബൈബിളും വായിക്കാതെ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയാൽ ആനയിട്ട് ഓടിക്കും. നമ്മൾ ഓടാൻ ശ്രമിക്കും, രക്ഷപ്പെടാൻ പറ്റത്തില്ല. സത്യമാണ്. ചിലർ ഉറക്കത്തിൽ കിടന്ന് ഉറക്കെ അലറും. അതിനുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ, കുടുംബ പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിച്ച്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ചിലരൊക്കെ പറയും, പാസ്റ്റർ സ്വപ്നം കണ്ടു ഓടാൻ ശ്രമിച്ചു, മരത്തിലും കയറാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആ ദുഷ്ടമൃഗം എന്നെ പിടിച്ചു. വ്യാഖ്യാനം എന്താ? വ്യാഖ്യാനം ഒന്നുമില്ല. ബൈബിൾ വായിച്ച് കിടക്കുക, പ്രാർത്ഥിക്കുക, ആ ദുഷ്ടമൃഗം ഇനി വരത്തില്ല. സ്തോത്രം. അപ്പം ഈ സെക്കറിയാവിൻ്റെ ദർശനം തന്നെ ഒരു രാത്രിയിലായിരിക്കാം 8 പ്രധാനപ്പെട്ട ദർശനങ്ങളെ ദൈവം അവനെ കാണിക്കുകയാണ്. ഈ പഴയ കാലങ്ങളിലൊക്കെ രാജാക്കന്മാർ ഭൂമി വാഴുന്ന സമയങ്ങളിൽ അവർ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ മറന്നുപോയാലും ഓർത്തിരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്നറിയാമോ? അവിടുത്തെ പ്രജകൾക്കാണ്. രാജാവ് രാവിലെ വിളിച്ച് പറയും, ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു രാജഭരണത്തിൻ്റെ കാലത്തൊക്കെ, ഇന്ന് പല നേതൃത്വ നിരയിലും രാജഭരണങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ രാജഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഒരു സ്വപ്നം കാണുന്നു, പാവം പിടിച്ച പ്രജകൾ എന്ത് ചെയ്യണം? സ്വപ്നം. ബൈബിൾ എത്രയോ സ്റ്റോറികളുണ്ടെന്നറിയാമോ? എത്രയോ പേരെയാണെന്നറിയാമോ ആ പേരിൽ കൊന്നുകളഞ്ഞിട്ടുള്ളത്, കൊല്ലാൻ പിടിച്ചിട്ടുള്ളത്. ഇന്ന് ദാനിയേലും ജോസഫും ഒന്നും ഇല്ലാത്തത് രാജാക്കന്മാരില്ലാത്തതുകൊണ്ട്. രാജാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ അവരെ പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ. സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം. അപ്പം ഇവരൊക്കെ അതിന് നല്ല വ്യാഖ്യാനങ്ങളെ നൽകുമായിരുന്നു.
സെഖര്യാവ് ഒരു ദർശനം കാണുകയാണ്. ദർശനത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലം, ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. സ്തോത്രം. തെക്കും വടക്കുമായി ഇത് വിഭജിക്കപ്പെട്ടു. വടക്കുള്ള പ്രധാനപ്പെട്ട ഗോത്രങ്ങളെല്ലാം തന്നെ BC 6 മുമ്പ് തന്നെ, 6-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഭൂമിയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് ചിതറപ്പെട്ടു. എന്നാൽ താഴെ കിടക്കുന്ന പ്രബലരായ യഹൂദ ഉൾപ്പെടെയുള്ള 2-2.5 ഗോത്രങ്ങൾ അവർ ബാബിലോണിലേക്ക് BC 580 മുതലുള്ള കാലഘട്ടങ്ങളിൽ, അതുവരെയുള്ള സമയങ്ങളിൽ പിടിക്കപ്പെട്ട് 3 പ്രാവശ്യമായി അവർ ബാബിലോണിലേക്ക് അവരെ കൊണ്ടുപോയി. 3 പ്രാവശ്യം ബാബിലോണിലേക്ക് കൊണ്ടുപോയ ആളുകളെ 3 നേതൃത്വത്തിൻ്റെ നിരയിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? മടക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ, യെസ്രയുടെ നേതൃത്വത്തിൽ, നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ. സ്തോത്രം. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്നവർ ചെയ്ത പണി ആലയത്തിൻ്റെ പണിയാണ്. യെസ്രയുടെ നേതൃത്വത്തിൽ വന്ന ആളുകൾ ചെയ്ത പണി വചന പഠനം, ആലയത്തിൻ്റെ കാര്യങ്ങൾ, ഇവയൊക്കെ ആയിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തോടുള്ള ബന്ധത്തിൽ. നെഹമ്യാവും കൂട്ടരും ചെയ്തത് മതിലിൻ്റെ പണിയാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ കാണുകയാണ് സെഖര്യാവിനോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. സെഖര്യാവിനോട് എന്താണ് ആലോചന? ആലോചന ഇതാണ്: സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല. സ്തോത്രം. ഞാൻ 2 കാര്യം പ്രധാനപ്പെട്ട വാക്യങ്ങളായി അല്ലെങ്കിൽ വചനങ്ങളായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്തോത്രം, ഈ പ്രവചനം പറഞ്ഞ വ്യക്തിയും കേട്ട വ്യക്തിയും അവരിൽ ഉണ്ടായ വിടുതലുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രവചനം പറഞ്ഞ ആരാണ്? നിങ്ങളൊന്ന് പറഞ്ഞാട്ട്, ആരാണ് പ്രവചിച്ചത്? അവിടെ ഉണ്ട്. സെഖര്യാവാണ് പ്രവചിച്ചത്. അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ആ ആ ആ ആ ആ ഈ സെഖര്യാവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. സെഖര്യാവിന് ദൈവം നൽകിയ ദർശനമാണ്. എന്നാൽ ഈ ആലയത്തിൻ്റെ പണിക്ക് ദൈവം പ്രവാചകനെ ഉപയോഗിച്ച് സെഖര്യാവിൽ കൂടെ പറഞ്ഞ ആലോചനകൾ സെരുബാബേലിലൂടെ നിവർത്തീകരിച്ച് ആലയം പണിതു. സംഭവിച്ച കാര്യം പെട്ടെന്ന് പറയാം. മത്തായി 23:35 ഒന്ന് വായിച്ചാട്ടെ. മത്തായി 23:35. ആ ആ ആ ആ നോക്കണേ. താങ്ക് യു ആൻറ്റി. വളരെ മനോഹരമായ ഒരു വാക്യം. ആലയമില്ലാതിരുന്ന സമയത്ത് ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു പ്രവാചകനാണ് ആര്? സെഖര്യാവ്. ഈ വിടുതലിനോട് കൂടെ വെല്ലുവിളിയുമുണ്ട്. എവിടെ വിടുതൽ നടക്കുന്നു അവിടെ എന്തുണ്ട്? സ്തോത്രം. ചിലരെ പണിയുവാൻ വേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കും. നിങ്ങൾ മറന്നു പോകരുത്, ഈ ദൂത് പറയുന്ന ദൈവദാസന്മാർക്കെതിരെയും എന്തുണ്ട്? നമ്മളിങ്ങനെ ശക്തമായ ദൈവത്തിൻ്റെ ദൂതൊക്കെ പറയുമ്പോൾ ഞങ്ങളെയും ഡിസ്കറേജ് ചെയ്യാൻ, നിരുത്സാഹപ്പെടുത്താൻ, കൊന്നുകളയുവാൻ, വകവരുത്തുവാൻ ആര് ശ്രമിക്കും? പിശാച് ശ്രമിക്കും. ഇവിടെ നോക്കണമേ, ആ ഒന്നാമത്തെ ആലയം ശലോമോന്റെ ആലയം, 2-ാമത്തെ ആലയം സെരുബാബേലിന്റെ ആലയം, 3-ാമത്തെ ആലയം നവീകരിക്കപ്പെട്ട പണിയപ്പെട്ട ഹേരോദാവിന്റെ ആലയം. അപ്പം 2-ാമത്തെ ആലയം പണിയപ്പെടാതെ കിടന്നപ്പോൾ ദൈവം ഉപയോഗിച്ച ഒരു പ്രവാചകനാണ് ആര്? സെഖര്യാവ്. സെഖര്യാവ് സെരുബാബേലിനെ ഉണർത്തി അവന് ദൂത് കൊടുത്ത് ആലയം പണിതു. ആലയം പണിതപ്പോൾ അവിടെ നടന്ന ഒരു ആരാധനയിൽ ആര് കൊല്ലപ്പെട്ടു? ഈ ദൂത് പറഞ്ഞവൻ കൊല്ലപ്പെട്ടു. അതിൻ്റെ ആഴം മനസ്സിലായോ?
എത്ര പേരതിൻ്റെ ആഴം മനസ്സിലാക്കുന്നു? ഇതൊരു ആത്മീയ പോരാട്ടമാണ് ദൈവമക്കളെ. ഇത് കുഞ്ഞുകളിയല്ല, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. നമ്മൾ ആത്മാവിൽ പോരാടുമ്പം ചില സന്ദർഭത്തിൽ പണിയാതെ കിടക്കുന്ന, ഇടിഞ്ഞു കിടക്കുന്ന ചിലതിനെ പണിയുവാൻ വേണ്ടി നാം മുൻകൈ എടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവന് നേരെയും ശത്രു വെല്ലുവിളികൾ ഉയർത്തും. ചില കുടുംബങ്ങളിൽ ഇടിയപ്പെട്ട് കിടക്കുന്ന, അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഈ വചനത്തിൻ്റെ ക്രിയ ചെയ്യുമ്പോൾ അതിനെതിരെ ശത്രു ശക്തിയോടെ വെല്ലുവിളി ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൂത് പറയുക. പക്ഷെ ഭയപ്പെട്ടിരിക്കേണ്ടവരല്ല നാം ശക്തിയോടെ, ആത്മാവിൽ ബലത്തോടെ, ശക്തിയോടെ ആത്മാവിൽ പോരാടേണ്ട നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താ സക്കറിയാവേ, താങ്കൾക്ക് വരാൻ പോകുന്ന വിപത്തിനെ പറ്റി ദൈവം അറിയിച്ചില്ലയോ? ഒരുപക്ഷെ അറിയിച്ചിട്ടുണ്ടെങ്കിലും തന്നെ ഏൽപ്പിച്ച ദൂത് സക്കറിയാവ് മറച്ചു വെച്ചില്ല. ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ തന്ത്രങ്ങളും അവന്റെ പോരാട്ടങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കേണ്ടവരല്ല നാം. ശത്രു എത്ര പ്രബലനായി ഉയർന്നു നിന്നാലും അവനെതിരെ പടവാൾ ഉയർത്തുവാൻ ആത്മാവിൽ എഴുന്നേൽക്കേണ്ടവരാണ് പുറമറ്റത്തുള്ള ദൈവമക്കളെന്ന് ആത്മാവ് ദൈവസഭയോട് ദൂത് പറയുകയാണ്. ശത്രുവിന്റെ കോട്ടകൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം ക്ഷീണിപ്പിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പോലെയും ഇല്ലാതാക്കിക്കൊണ്ട് ശത്രുവായവൻ ഉയർന്നു നിൽക്കുന്ന കോട്ടകൾ ഇന്ന് പകൽക്കാലം ആത്മാവ് കണ്ടുകൊണ്ട് ദൂത് പറയുക, നീ ഭയപ്പെടരുത്. ചിലർക്ക് ശത്രുവിനെ ഭയമാ. ശക്തമായി പ്രാർത്ഥിച്ചാൽ, ശക്തമായി ആരാധിച്ചാൽ, ശക്തമായി ആത്മീയ കൂട്ടായ്മയിൽ മുന്നേറിയാൽ പോരാട്ടങ്ങൾ വരുമെന്ന് കണ്ടുകൊണ്ട് ചിലരൊക്കെ പിന്മാറി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, നീ പ്രാർത്ഥിച്ചാൽ പോരാട്ടങ്ങൾ നിനക്ക് മുമ്പേ കടന്നു വന്നാലും ഒരു രേഖ എഴുതപ്പെട്ടും നീ നീതിമാനാ. ശത്രുവിന്റെ കോട്ടകൾക്ക് ആ പേരെടുത്ത് കളയുവാൻ കഴിയുകയില്ല. ആത്മാവിൽ ഇന്ന് പകൽക്കാലം ജയമേറ്റെടുക്കും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽക്കണം. കോംപ്രമൈസിനൊന്നും പോകരുത്. അവനോട് എന്ത് ചെയ്യണം? സ്തോത്രം. ചിലർ പറയുന്നുണ്ട്, ആ ദേഷ്യം എനിക്ക് പിതാക്കന്മാരുടെ കാലം മുതലേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളതാ, അതിനിയൊന്നും മാറ്റാൻ പറ്റത്തില്ല. നമുക്ക്, നിങ്ങൾ കണ്ടുണ്ട്, ഈ പൂച്ചക്കുഞ്ഞിനെയൊക്കെ നമ്മൾ കട്ടിലേ കയറിയിരിക്കുമ്പം അതിൻ്റെ തല തൊട്ട് താഴോട്ട് തലോടിയാൽ ആ പൂച്ച പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകത്തില്ല. നിങ്ങൾ ആ പൂച്ച വന്നിരിക്കുമ്പം തിരിച്ചൊന്ന് തലോടിക്ക്, മേപ്പോട്ട്, അത് നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ പൂച്ച ഇങ്ങോട്ട് വിളിച്ചിട്ട്, ഇങ്ങോട്ട് വാ പൂസിക്കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തലോടണം. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ കാണുമ്പോൾ അതിന് പേടിയായിരിക്കും. ഇതുപോലെ നമ്മൾ പറയുന്നത്, ഇത് ഞങ്ങളുടെ കുറച്ച് നാളായിട്ടുള്ളതാ, നമ്മളിതിനെ അങ്ങ് തലോടുകയാണ്. പൊന്നുമോനല്ലയോ, കുഞ്ഞല്ലയോ. എതിർത്ത് നിൽക്കണം. നമ്മുടെ പരാജയങ്ങളെ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ ശത്രു പറയും ചിലതിനെ തലോടാൻ, ചിലതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പറയും. ഇത് പോരാട്ടമാ, നമ്മളെ പേടിപ്പിക്കും. നീ ഒത്തിരി പ്രാർത്ഥിച്ചാൽ ഒത്തിരി പ്രശ്നമാ, അങ്ങ് ന്യൂട്രലിൽ പോയാൽ മതി. ഹല്ലേലൂയ. സക്കറിയാവിന് അറിയായിരുന്നു, തൻ്റെ തല പോയാലും ആലയം പണിയപ്പെടണം. ഇന്ന് പകലിൽ ചിലത് സംഭവിക്കണം, ചിലത് നടക്കണം. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എനിക്കൊരു ഡെലിവറൻസ് ആവശ്യമാ. എൻ്റെ ശരീരത്തിൽ ഒരു വിടുതൽ ആവശ്യമാ. എൻ്റെ കുടുംബത്തിൽ ഒരു സൗഖ്യം ആവശ്യമാ. എൻ്റെ കൂട്ടായ്മയിൽ ഒരു വിടുതൽ ആവശ്യമാ. എത്ര പേര് പകൽക്കാലം പ്രതികരിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യും? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുക.
ശിഖബബബര ശിയാലഗാലഗാലഗ ജീവലബലബലബ ശംബരാദിയാലഗ. സോദരം സോദരം, യേശുവിനോട് അടയാളം ചോദിച്ചപ്പോൾ യേശു ഒരു പ്രവാചകന്റെ അടയാളം എടുത്ത് പറഞ്ഞു. ഏത് പ്രവാചകനാ? യോന. പക്ഷേ യേശു ഇവിടെ ഉപയോഗിച്ച അടയാളം ആരെ പറ്റി അല്ല? പ്രവാചകൻ യോനയെ പറ്റി അല്ല. അതിന്റെ അർത്ഥം എന്താ? യേശുവിന് യോനയെ അറിയായിരുന്നു, യേശുവിന് സക്രിയാവിനെ അറിയായിരുന്നു. ഇദ്ദേഹത്തോട് പറഞ്ഞ ദൂത് ശരിക്കും പറയാതെ ഓടിപ്പോയ ഒരു പ്രവാചകൻ ആര്? അടയാളം ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ എടുത്തത്. പക്ഷെ നീതിമാന്റെ പേര് ചോദിച്ചപ്പോൾ യേശു എടുത്തത് ആരെയാണെന്നറിയാമോ? സക്കരിയാവിന്റെ പേരാ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പക്കൽ പേരുള്ളവരായി നാം ആയിരിക്കണം. നീതിമാൻ, നീതിമാൻ, നീതിമാൻ. അപ്പൊ ഈ ദൂത് പറഞ്ഞവനെ തട്ടിക്കളഞ്ഞു. ഇന്നും അങ്ങനെ ശരിക്കുള്ള ദൂത് പറഞ്ഞാൽ തട്ടിക്കളയും. അതിന് ഞാൻ പറയുന്ന പേര് അപ്രിയ സത്യങ്ങൾ. അപ്രിയ സത്യങ്ങൾ. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെടത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു മീറ്റിങ്ങിൽ പോയി. ഞാനിങ്ങനെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് പ്രായമായെന്നതിൻ്റെ ചില അടയാളങ്ങളൊക്കെ എന്ത് ചെയ്യും? ശരീരത്തിൽ തരും. മുടി നരയ്ക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ് പ്രാവശ്യം പോയതിനേക്കാൾ എൻ്റെ താടിയൊക്കെ നരച്ചു. ഇനി ചിലപ്പോൾ ഞാൻ വരുന്ന ഉടനെ മുഴുവൻ താടി ചിലപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പ്രായമാകുന്നു ഇല്ലയോ? കൊച്ചു പിള്ളേർക്കൊക്കെ വരുന്ന നിറയെ മുടിയെപ്പറ്റി അല്ല പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതിനെ മൂടി. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പലരെയും എന്നോട് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. ഞാൻ അതോടെ കൊണ്ട് അങ്ങ് നിർത്തുക. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ബാബുചാരി മൊഴി എന്നെ കേൾക്കാറ്. ഞാൻ കോയമ്പത്തൂർ പറയായിരുന്നു, വൺസ് യു ഡൈ യു വിൽ ഡൈ ടിൽ യു ഡൈ. വൺസ് യു ഡൈ യു വിൽ ഡൈ ടിൽ യു ഡൈ. ഒരിക്കൽ ഡൈ ചെയ്താൽ നിങ്ങൾ നിരന്തരം മരിക്കുന്നത് വരെ. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ കണ്ടില്ലയോ? അപ്രിയ സത്യങ്ങളാ, പ്രയോജനമുള്ളതാ. പക്ഷേ നമുക്കിഷ്ടമില്ലാത്ത ബൈബിളിലും ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. നമുക്കിഷ്ടമല്ല കേൾക്കാൻ. ദൈവം ചിലത് നമ്മളെ നേരിട്ട് ചിലപ്പോൾ കാണിക്കും, നേരിട്ട് കാണിക്കും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളെ നേരിട്ട് കാണിക്കുന്നത് ദർശനത്തിനേക്കാൾ വലുത്. പണ്ട് ഈ മലയോര പ്രദേശത്ത് ഒരു പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ വിസിറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ വീടുകൾ, ഇന്നത്തെ പോലെ ബൈക്കുകളൊന്നും അല്ലല്ലോ. ഇന്നത്തെ പാസ്റ്റർമാർ വരുമ്പോൾ എല്ലാവർക്കും അറിയാം, കാറ്, ബുള്ളറ്റ്, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും. അന്നെന്ന് പറഞ്ഞ പാസ്റ്റർമാർ നടന്നു വരിക, ആരും അറിയാതെ ഇങ്ങനെ നടന്നു വരുമ്പം ഒരു വിശ്വാസി ഒരു വെറ്റക്കൊടിയുടെ പുറയിലിരുന്ന് പുക വലിക്കുക. പാസ് കണ്ടു. എങ്ങനെ ഈ സഹോദരനോട് ഇതൊന്ന് പറയുന്നത്? പാസ് കാണാതെ അങ്ങ് കയറിപ്പോയി. അടുത്ത ദിവസം ഈ അച്ചാനെ കണ്ടപ്പം പാസ് ഈ അച്ചാനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു കാഴ്ച കാണുകയാണ്. അച്ഛൻ അവരുടെ തിരിക്കുന്നു, അച്ഛന് ചുറ്റും ഇങ്ങനെ പുക പറക്കുക. അപ്പം ഈ അച്ഛൻ പറഞ്ഞത് ഷെക്കേന ഇറങ്ങിയതാന്ന് പറഞ്ഞു. അതെന്താ ഷെക്കേന? എടാ ഇത് നിന്നെ നേരിട്ട് കാണിച്ചല്ലയോ? പുക വലിക്കുന്നത് ഞാൻ കണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം, ദൈവം ചിലതിനെ നേരിട്ട് നമ്മളെ കാണിക്കും. അത് ദർശനത്തെക്കാൾ ശക്തമാണ്. ഞാൻ വിശ്വസിക്കുന്നു ദർശനം കാണിക്കുന്നതിനേക്കാൾ ദൈവം കണ്ണിൻ്റെ മുമ്പിൽ ചിലത് കാണിക്കും. മറച്ചു വെക്കരുത്, പറയണം. സത്യം പറയാം, നമ്മളതങ്ങ് പറഞ്ഞാൽ മതി, അവിടെ വിടുതൽ നടക്കും. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക. സക്കരിയാവ് അങ്ങനെയായിരുന്നു. ഇനി സെരുബാബേലിനെ നോക്കാം. സെരുബാബേല് ദീർഘ 16 വർഷങ്ങൾ ഈ ആലയത്തിന്റെ പണി മുടങ്ങിക്കിടക്കുക. 16 മുതൽ 18 വർഷം വരെ ഈ പണി മുടങ്ങിക്കിടന്നപ്പം നമ്മൾ ഈ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ വായിച്ചാൽ
ഈ പണി മുടങ്ങിയപ്പോഴത്തേക്ക് ആളുകളെല്ലാം എന്ത് ചെയ്തു? അവരവർക്ക് വേണ്ടി തന്നെ വീട് പണിയാൻ അവർ നോക്കിയിരിക്കുകയായിരുന്നു. എന്തൊരു കാരണം കൊണ്ട് ഇതൊന്ന് മുടങ്ങുന്നു, നമുക്ക് വീടൊന്ന്. ഇവരിപ്പോൾ എവിടെ പോയെന്നറിയാമോ? ഇവർ പ്രവാസത്തിൽ പോയപ്പോൾ ബാബിലോണിയൻ എക്സൈലിൽ പോയപ്പോൾ അവിടെ തട്ടിട്ട വീടുകളൊക്കെ കണ്ടു. ഇവരുടെ മനസ്സിലെ ആഗ്രഹം, എന്ന് നാട്ടിൽ പോകുമോ അന്ന് ഒരു ഡബിൾ സ്റ്റോറി വീട് പണിയണം. എവിടുന്നാ ഈ മോഡൽ കണ്ടത്? ബാബിലോണിൽ. മടങ്ങി വന്നപ്പോൾ ഇവരെന്തിനാ കൊണ്ടുവന്നത്? ആലയം പണിയാൻ. എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രാർത്ഥനയായിരിക്കാം ഇതിൻ്റെ പണി അങ്ങ് മുടങ്ങി. നമ്മുടെ ഭാഷയിൽ പറയട്ടോ, അവരുടെ പ്രാർത്ഥനയൊന്നുമല്ല, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇവർ ഈ പണി മുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതിനെ ഈ 10, 16, 18 വർഷത്തെ അങ്ങ് എൻജോയ് ചെയ്തു. ഇവർ തട്ടിട്ട വീടും പാർത്ത്. എന്താ ചർച്ച പണിയാത്തെ? സ്റ്റേ ഓർഡർ വന്ന് കിടക്കില്ലയോ? എന്താ നിങ്ങൾ ചർച്ചയിൽ പോകാത്തത്? അവിടെ നമുക്കെതിരെ ഓർഡർ ഉണ്ടല്ലോ. ഇപ്പം ഇവരെവിടെ പാർക്കുക? ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. പക്ഷെ സെരുബാബേൽ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? വളരെ ദുഃഖിതനായി, ഈ പണി നടക്കുന്നില്ലല്ലോ എന്ന് കണ്ട് ദുഃഖിതനായി മുമ്പോട്ട് പോവുകയാണ്. ഈ സമയത്താണ് തൻ്റെ സമകാലികനായ സെക്കരിയാവ് ഒരു ദർശനം കാണുന്നത്. ദർശനം ഇങ്ങനെയാണ്: ഒരു വിളക്ക് തണ്ടിൻ്റെ തലക്കൽ ഒരു കുടം, കുടത്തിനപ്പുറവും ഇപ്പുറവും 2 ഒലിവ് വൃക്ഷങ്ങൾ. ഈ ഒലിവ് വൃക്ഷങ്ങളിൽ നിന്ന് 2 പൈപ്പ് ഈ കുടത്തിലേക്ക്, കുടത്തിൽ നിന്ന് 7 പൈപ്പ് 7 വിളക്കുകളിലേക്ക്. സ്തോത്രം. പഴയ നിയമത്തിലെ ഏറ്റവും ടെക്നോളജി കൂടുതലായി കാണുന്നത് ഇവിടാണ്. ഓട്ടോമാറ്റഡായി എല്ലാ സംവിധാനങ്ങളോട് കൂടെ എന്ത് ചെയ്യുക? വിളക്ക് കത്തിക്കുന്ന ഒരു നല്ല സജ്ജീകരണം നമ്മളിവിടെ കാണുകയാണ്. ഇതെന്തിനെ കാണിക്കുന്നു? ആലയം പണിത് ആലയത്തിനകത്ത് വിളക്ക് ദൈവം കത്തിക്കുമെന്നുള്ളത് ദൈവം സെക്കരിയാവിനെ കാണിച്ച ദർശനമാണ്. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മൾ പലതിൻ്റെയും ആരംഭം കുറിച്ചിട്ട് ഇതെങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പം അതിൻ്റെ പൂർണ്ണതയെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ട് പറയുക, ഇത് സംഭവിക്കാൻ പോകുക. നമ്മുടെ ബുദ്ധിയിൽ അത് നടക്കത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ അതുണ്ട്. എല്ലാവരും പറഞ്ഞാട്ട്, എൻ്റെ ബുദ്ധിയിൽ അത് ചിലപ്പോൾ നടക്കത്തില്ല, എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ മിടുക്ക് കൊണ്ടും എതിരെ വന്നിരിക്കുന്ന രേഖകൾ കൊണ്ടൊന്നും ഇത് നടക്കത്തില്ല. പക്ഷേ നാളെ ഒരു പ്രഭാതമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ വിളക്കിനെ കത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു, നാളെ ദൈവം ആ വിളക്കിനെ കത്തിക്കും. ദൈവത്തിന്റെ അസാധാരണമായ കരം അവിടെ വെളിപ്പെടും. ഒരു കരവും വേണ്ട, ദൈവം അവിടെ പ്രവർത്തിക്കും. ഈ പഴയ നിയമത്തിലെ ഒന്നാമത്തെ ആലയത്തിൽ വിളക്ക് കത്തിച്ച് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ ഇവിടെ കാണുന്നതിൻ്റെ കൂട്ട് റബ്ബർ ടാപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ട് ടാപ്പ് ചെയ്താലൊന്നും എന്ത് കിട്ടത്തില്ല? ഒലിവെണ്ണ കിട്ടത്തില്ല. ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ഒലിവെണ്ണ എടുത്ത് അതിൻ്റെ സീഡ് എടുത്ത് ഉണങ്ങി പൊടിച്ച് അതിൽ നിന്നും അതിൻ്റെ എസൻസ് എടുത്ത് അതിനെ പല പ്രോസസ്സ് ചെയ്ത് അരിച്ച് അത് ഒരുത്തൻ്റെ കൊടുത്തു മറ്റൊരുത്തൻ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഏകദേശം 10-15 പ്രോസസ്സിങ് കഴിയുമ്പോഴാണ് എണ്ണ എവിടെ വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആലയം പണിയാതെ കിടക്കുമ്പോൾ തന്നെ ദൈവം പറയുക, 15 അല്ല, 5 അല്ല, 2 അല്ല, ഒരു കരവും വേണ്ട വിളക്ക് കത്താൻ. നോക്കണം, പഴയ ആലയത്തിൽ വിളക്ക് കത്താൻ 15-ലധികം ചങ്ങലകൾ ആവശ്യമായിരുന്നെങ്കിൽ പുതിയ ആലയം പണിയാതെ കിടക്കുമ്പോൾ ഇതെങ്ങനെ പണി പൂർത്തീകരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് സെക്കരിയാവിനോട് പറയുകയാണ്, നീ സെരുബാബേലിനോട് പറയണം, നിന്റെ ബുദ്ധി കൊണ്ട് ഇത് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിൻ്റെ കരത്തിൽ അനവധിയായ പ്രോഗ്രാമുകളുണ്ട്. ഇന്ന് പകൽക്കാലം കെട്ടുപോയ ചില വിളക്കുകളെ 2025 2-ാം മാസത്തിൽ കത്തിക്കുന്ന പകൽക്കാലമെന്ന് ദൈവാത്മാവ് സഭയോട് കുടുംബങ്ങളോട് ദൂത് പറയുക. ചില കെടുത്തിക്കളഞ്ഞ ചില വിളക്കുകൾ, കെട്ടുപോയ ചില വിളക്കുകൾ, ക്ഷീണിച്ചിരിക്കുന്ന ചില വിളക്കുകൾ, മടുത്തുപോയ ചില വിളക്കുകൾ ആത്മാവ് 2025 ശക്തിയോടെ കത്തിക്കാൻ പോകുന്ന ദിവസങ്ങളെന്ന് ആത്മാവ് ദൂത് പറയുക.
റീബാലബാലബ ശംബനാദിയാലകാലക. സ്തോത്രം. ദൈവവചനം പറയുന്നു, അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും. ഒന്നുകൂടെ പറയട്ടെ, അവൻ എൻ്റെ ദീപത്തെ. ഇന്ന് പകൽക്കാലം ആരുടെയെങ്കിലും ദീപം ദുഷ്ടപ്രാണികൾ തന്റെ ചിറകുകൾ കൊണ്ട് അടിച്ച് കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് സഭയോട് ദൂത് പറയുക, നിന്റെ വിളക്കിനെ കത്തിക്കാൻ ദൈവത്തിന്റെ കരം ചലിക്കുക. നിന്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കുക. നിന്റെ വിളക്കിനെ പരിശുദ്ധാത്മാവ് കത്തിക്കുക. എത്ര പേരിന്ന് പകൽക്കാലം കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് പഴയതിനേക്കാൾ ഉപരിയായി നന്നായിട്ട് ഒന്നുകൂടെ കത്തണം. പ്രായമുള്ളവരൊക്കെ പറഞ്ഞാട്ട് എനിക്ക് എൻ്റെ യൗവനത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തിയോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കണം, കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. കേറി ഇറങ്ങി നടക്കുവാൻ എനിക്ക് ആരോഗ്യം ആവശ്യമാ. എന്റെ ദീപത്തെ നീ കത്തിക്കണം. കഴിഞ്ഞ നാളുകളിൽ കരം വെച്ച് സൂക്ഷിച്ച വിളക്ക് കെട്ടുപോയത്, ചില പ്രാണികൾ അതിനെ കെടുത്തി കളഞ്ഞത്, ചില വണ്ടുകൾ അതിനെ കെടുത്തി കളഞ്ഞത്, ചില ദുഷ്ടപ്രാണികൾ അതിനെ കെടുത്തി കളഞ്ഞത്. ഇന്ന് പകൽക്കാലം ആത്മാവ് അതിനെ കത്തിക്കുക. യേശുവിൻ നാമത്തിൽ സ്തോത്രം. യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും. എന്തിനാണ് ദൈവം ദീപം തന്നത്? സ്തോത്രം. നമ്മുടെയൊക്കെ വീട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ചെറുപ്പത്തിൽ വിളക്ക് കെടാൻ പോകുമ്പം അച്ഛനും അമ്മയും പറയും, വിളക്ക് ഉറങ്ങാൻ പോവാ. വിളക്കുറങ്ങുന്നു, ഇല്ലയോ? എണ്ണ ഇല്ലാതാകുമ്പോൾ വിളക്ക് ഉറങ്ങും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് വിളക്ക്. സ്തോത്രം. ആത്മീയ മരണവും ഇതുപോലെ. ആത്മീയ മരണം ഇതുപോലെ. ആ എണ്ണയുള്ളപ്പോൾ കത്തിക്കൊണ്ടിരിക്കും, എണ്ണയില്ലാത്തപ്പം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ്, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ കിടക്കാനാണ്. ഈ മരണമെന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ പറഞ്ഞാൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് മരണം. നമ്മുടെ അമ്മച്ചിമാരെയോ അപ്പച്ചന്മാരെയോ മരിച്ചതിന് ശേഷം, അല്ല, അവർ ജീവനോടിരിക്കുമ്പോൾ അവരെ ഒരു സ്ഥലത്ത് വിട്ടു കഴിഞ്ഞാൽ, മൂത്ത മോൻ്റെ വീട്ടിൽ പോയിട്ട് ഇളയ മോൻ്റെ വീട്ടിൽ വരുമ്പം മരുമോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വന്ന് പറയും, എന്നോട് ഇങ്ങനെ ചെയ്തടി എന്നൊക്കെ പറയും. നിങ്ങളാരും ഇത്, നിങ്ങളെപ്പറ്റി ആരും പറയാതിരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിരിക്കാത്തത്. നിങ്ങളാരും അങ്ങനെ ചെയ്തിട്ടുമില്ല. അമ്മച്ചി ഇതെല്ലാം വന്ന് പറയും. അമ്മച്ചിക്ക് 90 വയസ്സായി, അമ്മച്ചി മരിച്ചു. ഇവിടെ മോർച്ചറി കൊണ്ടുവച്ചിട്ട് 5 ദിവസം കഴിഞ്ഞപ്പം അമ്മച്ചി എടുത്തുകൊണ്ട് വന്നു. അമ്മച്ചിയുടെ കൂടെ ഒത്തിരി പേരെ വെച്ചതാ. അമ്മച്ചിയോട് നമ്മൾ ചോദിക്കുക, അമ്മച്ചി അവിടെ കിടന്നവരൊക്കെ അമ്മച്ചിയോട് എന്താ പറഞ്ഞു? ഒന്നും പറയത്തില്ല. ഇതാണ് മരണം. ആത്മീയ മരണം എന്നാ? ആത്മീയ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീക വിഷയങ്ങൾ കേൾക്കുമ്പം ഒരു പ്രതികരണമില്ല. നിന്റെ ദീപത്തെ കർത്താവ് കത്തിക്കും. കത്തിക്കട്ടെ, കത്തിക്കട്ടെ. ഇതാ ഈ മരണം. ദൂതുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളങ്ങ് എനിക്കുള്ളതൊന്നുമല്ല. ഈ ആത്മീയ മരണത്തിൻ്റെ ഒരു പ്രത്യേകത, ആത്മീയ വിഷയത്തോട് താല്പര്യം ഉണ്ടാകത്തില്ല, പ്രതികരിക്കത്തില്ല. ആത്മീയ വിഷയത്തോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുടെ പേരാണ് എന്ത്? അല്ലാതെ ആള് ചത്തിരിക്കുന്നതല്ല, അല്ലാത്ത കാര്യത്തിലൊക്കെ എന്തോ ഉത്സാഹമെന്നറിയോ? സ്വതന്ത്രം. കോമഡി ഒന്ന് വെച്ച് നോക്കിക്കേ, എന്തോ ചിരിയായിരിക്കും. ആരും കോമഡി കാണുന്നതല്ല, ടി വിയിലല്ല കാണുന്നത്, അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ. സ്തോത്രം. ഇതാണ് അപ്രിയ സത്യങ്ങൾ, നമുക്കിഷ്ടമല്ല. ഈ ആത്മീയ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ ഒരു ദൈവ പൈതൽ ദീർഘനാളുകൾ പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിലും പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ പറഞ്ഞു, ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ
കോട്ടുവ വിടും. കോട്ടുവ ആത്മീയ മരണത്തിൻ്റെ അടുത്തൊരു ലക്ഷണമാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തുവാ? കോട്ടുവ വിടും. അത് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പോവും. ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കോട്ടുവ വിടത്തില്ല. കാരണം ആരെങ്കിലും ഭക്ഷണത്തിനിരിക്കുമ്പോൾ കോട്ടുവ വിടുമോ? ഇല്ല. എപ്പോഴേ ഉള്ളൂ? പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ഇതിൻ്റെ പ്രത്യേകത ആത്മീയ മരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നോക്കണം, ആത്മീയ മരണത്തിലാണോ അച്ചായൻ, അമ്മാമ്മ, കുഞ്ഞുങ്ങൾ, വലിയവർ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കണ്ണ് തുറന്ന് നോക്കണം. കണ്ണ് തുറന്ന് നോക്കൂ. ദൈവം ഒന്നും പറയത്തില്ല. നിങ്ങൾ നോക്കണം, എൻ്റെ കുഞ്ഞ് ആത്മീയ മരണത്തിൻ്റെ വക്കിലാണോ? പ്രതികരിക്കാതെ കോട്ടുവായും വിട്ട് ഇതെപ്പം തീരും? നഗോഞ്ഞുള്ളി അങ്ങ് അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥന പോയി കഴിഞ്ഞാൽ ഈ പിള്ളേർ പണ്ട് ഈ പ്രവാചകൻ കൈഞ്ഞെരടി പോലെ അങ്ങ് ഞെരിടും. ഇത് ഇത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് കിടക്കണം. ഞാനങ്ങ് പോവാ ഈ ആഴ്ച. ആത്മീയ മരണത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പം കൈഞ്ഞെരിടുക, നഖത്തെ നോക്കിക്കൊണ്ടിരിക്കുക, സ്തോത്രം, കോട്ടുവ വിടുക. ഇതൊക്കെയാണ് ആത്മീയ മരണത്തിൻ്റെ ലക്ഷണം. നമുക്കൊന്ന് ഉണരാം, നമ്മുടെ ദീപത്തേക്ക് ഒന്ന് കത്തിക്കാം. ദൈവമക്കളെ, നമ്മുടെ വിളക്കിനെ നമുക്കൊന്ന് കത്തിക്കാം. കർത്താവിൻ്റെ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ആത്മീയമായി ഒന്ന് ഉണരാം. നമ്മുടെ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ, കുടുംബം, ദൈവമക്കൾ, നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ദേശത്തിന് വേണ്ടി നമുക്ക് പോരാടാം. ശത്രുവിൻ്റെ കോട്ടകളെ കണ്ട് ഭയപ്പെട്ടിരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. സ്വതന്ത്രം. എനിക്ക് കർത്താവിൻ്റെ ദാസൻ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഞാൻ ഇരിക്കാം. ഞാൻ ഈ വായിച്ച വാക്യത്തോട് നീതി പുലർത്തണമല്ലോ. പ്രവാചകനോട് ദൈവം പറയുക, ഇത് ആരെ പറ്റിയാ പറയുന്നതെന്നറിയാമോ? ഇത് സെരുബാബേലിനെ പറ്റിയാ. സെരുബാബേലിന് എന്തോ കുഴപ്പം. സെരുബാബേൽ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ തൻ്റെ കൈക്കകത്തൊരു സാധനം ഇരിപ്പുണ്ട്. ഇത് ആരും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതെന്താ? ഒരു തൂക്കുകെട്ട. പണി മുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ ഇതെന്ത് ചെയ്തിരിക്കുക, ആരെയും കാണിക്കാതെ ഇത് പോക്കറ്റിലിട്ട് നടക്കുക, കൈ പിടിച്ചു നടക്കുക. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ 7 കണ്ണുകൾ സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. സെരുബാബേലിനെ കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ കുളിച്ചൊരുങ്ങി മനോഹരനായി ഇറങ്ങി യാത്ര ചെയ്യുക. പക്ഷെ അവൻ്റെ മുഷ്ടിക്കുള്ളിൽ ഇരിക്കുന്നത് എന്തെന്ന് അയലോക്കത്തുള്ളവനെ കണ്ടില്ലെങ്കിലും സ്വർഗത്തിലുള്ള ദൈവം കണ്ടു. ഇവിടെ നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ വന്നിരുന്ന് ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അടുത്തിരിക്കുന്നവർക്ക് അറിയാത്ത ഒത്തിരി വേദനകൾ നമ്മുടെ കൈക്കുള്ളിലും നമ്മുടെ ഹൃദയത്തിനുള്ളിലും വെച്ചുകൊണ്ടിരിക്കുക. ആരും കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരു കണ്ണുയരത്തിലുണ്ട്. ദൈവത്തിൻ്റെ കണ്ണതിനെ കണ്ടിരിക്കുക. നമ്മൾ ദൂത് പറഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ബലം പകരുകയും ശക്തി നൽകുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും സന്തോഷിക്കണമെന്നൊക്കെ പറയുമ്പോഴും ഒത്തിരി വേദനകൾ കൈകൾക്കുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ ഈ ആരാധനയുടെ അവസാന നിമിഷവുമായിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരിനെ കർത്താവ് കാണുന്നു. നിന്റെ തൂക്കുകെട്ടയെ കർത്താവ് കാണുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കണ്ണതിനെ ദർശിച്ചിരിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവം അത് കണ്ടുകൊണ്ട് മൗനമായിരിക്കുന്നല്ല, ദൈവം സന്തോഷിക്കുന്നു. കാരണം പണി തുടങ്ങാൻ പോകുകയാ. നീ ഇതുവരെ മറച്ചു വെച്ചത് പുറത്തു വരാൻ പോകുകയാ. നിന്റെ ഇതുവരെയുള്ള രഹസ്യ പ്രാർത്ഥന പരസ്യ സാക്ഷ്യമായി മാറാൻ പോകുകയാ. നമ്മുടെ രഹസ്യമായ പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്ന ഞായറാഴ്ചത്തെ പരസ്യമായ സാക്ഷ്യമായി മാറാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? വരുന്ന സഭാരാധനയിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കരത്തിലിരുന്ന തൂക്കുകെട്ടയെ പറ്റി സാക്ഷ്യം പറയാൻ പോകുക. എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഞാൻ 3 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. ഞാൻ പറയട്ടെ, ദൈവം സെക്കര്യാവിനോട് പറയുകയാണ്, നീ സെരുബാബേലിനോട് പറയണം. എന്ത് നീ സെരുബാബേലിനോട് പറയേണ്ടത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. കാരണം സെരുബാബേലിനറിയാം
സൈന്യം വന്നാലും ശക്തി വന്നാലും ഇത് നടക്കാൻ പോകത്തില്ല. ദൈവം അവനോട് പറയുക, നിന്റെ കൈയാണ് ഇതിൻ്റെ അടിസ്ഥാന കല്ലിട്ടതെങ്കിൽ നിന്റെ കരം കൊണ്ട് തന്നെ നീ ആണിക്കല്ല് കയറ്റും. അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയട്ടെ. വീടിൻ്റെ പണിക്ക് ആദ്യം ഇടുന്ന ഒരു കല്ലുണ്ട്, അടിസ്ഥാന കല്ല്. അതിനെ കോർണർ സ്റ്റോൺ എന്നാണ് പറയുന്നത്. എന്നാൽ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ പേരാണ് ആണിക്കല്ല്. ഇംഗ്ലീഷിൽ ക്യാപ് സ്റ്റോൺ, ക്യാപ്പ്, തൊപ്പിക്കല്ല്. പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഈ കല്ല് അതിൻ്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും ഇതിൻ്റെ പണി പൂർത്തീകരിച്ചെന്ന്. അവൻ ഓർത്തു, കർത്താവേ, എൻ്റെ കാലം കഴിഞ്ഞാലും എൻ്റെ തലമുറകളുടെ കാലം കഴിഞ്ഞാലും ഇതിനാണിക്കല്ല് കയറ്റുന്ന ഒരു ദിവസം സാലിൽ അടുത്തു വരികയില്ല. പരിശുദ്ധാത്മാവ് പറയും, നിന്റെ വിളക്കിനെ കർത്താവ് കത്തിക്കാൻ പോകുക, നിന്റെ ആരോഗ്യത്തെ കർത്താവ് മടക്കി നൽകാൻ പോകുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുക, അതിലൊരു ഉയർപ്പ് കർത്താവ് നൽകാൻ പോകുക. നിന്റെ കരം കൊണ്ട് തന്നെ നീ ആണിക്കല്ല് കയറ്റ്. എത്ര പേർക്ക് ഈ പകൽക്കാലം വിശ്വാസത്തോടെ പ്രതികരിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവം എന്റെ കരത്തിൽ അത് നൽകിയിരിക്കുക. വിശ്വാസത്തോടെ ഈ ദൂതിനെ ഞാൻ ഏറ്റെടുക്കുക.